ഈ കുട്ടികളിൽ, നമ്മുടെ കേരളത്തിലെ കുട്ടികളിൽ ഈ മുണ്ടിനീരെന്ന് പറഞ്ഞൊരു രോഗം വ്യാപകമായിട്ട് വർദ്ധിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. മുണ്ടിനീരിനെ മംസ് എന്ന് നമുക്ക് വിളിക്കാം. ഒരുപാട് പേരിപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുട്ടികൾ ഭയങ്കര ഗുരുതരമായിട്ടുള്ളൊരു രോഗമാണെന്നാണ് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. എന്താണ് ഇതിൻ്റെ കണക്കുകളും കൂടുതൽ വിശദാംശങ്ങളും? തീർച്ചയായിട്ടും ഇതുവരെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ ലഭിക്കുമ്പോൾ ഏതാണ്ട് 1,00,000-അടുത്താണ് രോഗികളുടെ എണ്ണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ നമ്മുടെ കുട്ടികളിലാണ് ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. ഇതൊരു ഇൻഫെക്റ്റഡ് ഡിസീസാണ്, അതായത് ഒരു പകർച്ചവ്യാധിയാണ്, രോഗാണുക്കളിലൂടെ പകരുന്ന ഒരസുഖമാണ്. ഇതിൻ്റെ കൂടെ വേറെയും ചില രോഗങ്ങളും വരും. പക്ഷേ ഈ മംസ് എന്ന് പറയുന്നത് പൊതുവേ ഈ ചെവിക്ക് താഴെ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതരം നീരാണ്. ഇങ്ങനെ ഒരു തടിച്ചു വരികയും ചെവി പൊട്ടി ഒലിക്കുകയൊക്കെ ചെയ്യും. ഒരു ചെറിയ ദുർഗന്ധമുള്ള ഒരു ഇതാണ് ആ ഒലിച്ചു വരുന്ന ആ സ്രവം. അതിൽ നിന്ന് ദുർഗന്ധവും ഉണ്ടാകും. അപ്പോൾ ഇതിപ്പോൾ കേരളത്തിൽ പണ്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കേരളത്തിൽ ഇത്തരം രോഗങ്ങൾ അധികം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല, വളരെ വ്യാപകമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല. ഇപ്പോൾ ഈ അടുത്ത കാലത്താണ്, ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്കാണ് പത്രങ്ങളിലൊക്കെ വാർത്ത വന്നത് സംബന്ധിച്ച്. അന്ന് പക്ഷേ എണ്ണം കുറവായിരുന്നു, റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രോഗികളുടെ എണ്ണം, കുട്ടികളുടെ എണ്ണം കുറവായിരുന്നു. ഇത് ഒരു 4-5 വയസ്സ് തൊട്ട് അങ്ങോട്ട് ഒരു 10, 12, 13 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് ഇത് കൂടുതലായിട്ടും ഇപ്പോൾ കാണപ്പെടുന്നത്. ഏതാണ്ട് 1,00,000-ത്തിനടുത്ത് ആണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന എണ്ണം. ഞാൻ പറഞ്ഞല്ലോ, കുട്ടികളിൽ മാത്രമല്ല മുതിർന്നവരിലും രോഗം കാണുന്നുണ്ട്. ഇതിന് പ്രതിരോധ വാക്സിൻ കൊടുക്കുകയാണ് ഒരു വഴി രോഗം തടയാൻ. അപ്പോൾ കൊച്ചു കുട്ടികളിൽ ഈ നമ്മൾ സാധാരണ മീസിൽസ് അതുപോലെയുള്ള രോഗങ്ങൾക്ക് ഇത് കൊടുക്കുമല്ലോ, നമ്മൾ എന്താ പറയേണ്ടത്, പ്രതിരോധ വാക്സിൻ കൊടുക്കും. അതായത് MR എന്നുള്ള പ്രതിരോധ വാക്സിനാണ് നമ്മളിപ്പോൾ കൊടുക്കുന്ന മീസിൽസിനും റുബെല്ലയ്ക്കും. മീസിൽസ് 5-ാം പനിയാണ്, അറിയാലോ. അത് ഈ മുണ്ടിനീരിനോടൊപ്പം വരാൻ സാധ്യതയുള്ളൊരു രോഗമാണ്. അല്ലെങ്കിൽ മീസിൽസ് വരുന്ന കുട്ടികളിൽ മുണ്ടിനീര് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ റുബെല്ല അതും ഈ പറഞ്ഞ പോലെ കുട്ടികളെ ബാധിക്കുന്ന ഒരു രോഗമാണ്. ഈ രോഗങ്ങൾക്കെല്ലാം, ഈ 2 രോഗങ്ങൾക്കുള്ള വാക്സിൻ, MR വാക്സിൻ എന്ന് പറഞ്ഞൊരു വാക്സിനാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ മുണ്ടിനീര് ഇത്ര വ്യാപകമല്ലാത്തത് കൊണ്ട് നമ്മൾ അതിൻ്റെ പ്രതിരോധ മരുന്ന് കൊടുക്കുന്ന ആ വാക്സിൻ എടുക്കുന്ന ഇത് കുറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഈ MMR എന്ന് വെച്ചാൽ ഈ മീസിൽസിനും മുണ്ടിനീരിനും മംസിനും റുബെല്ലയ്ക്കും ചേർത്തുള്ള MMR വാക്സിൻ വേണമെന്ന് കേരളം ഇപ്പോൾ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം ഇത് സ്വകാര്യ മേഖലയിൽ ഈ വാക്സിൻ്റെ വില 650 രൂപയാണ്. ഇപ്പം ഗവൺമെൻറ് ആണെങ്കിൽ ഇത് സൗജന്യമായിട്ടാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് കേരള ഗവൺമെൻറ്റിന് ഒറ്റയ്ക്ക് ഇതൊരു വലിയ ടാസ്ക്കാണ്, അത് ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് കേന്ദ്രത്തിനോട് സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്രം അത് ഉടനെ വേണ്ടത് ചെയ്യും എന്നാണ് ലഭിക്കുന്ന വിവരം. ഇത് നമ്മുടെ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ, കേന്ദ്ര ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരുമായിട്ട് നടത്തിയ ചർച്ചയിലാണ് അവർ കേരളം ഈ ആവശ്യം മുന്നോട്ട് വെച്ചത്. അത് അനുഭാവപൂർവ്വം പരിഗണിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ മാസം 69,000-ഓളം പേർക്കാണ് രോഗം ബാധിച്ചതെങ്കിൽ ഈ മാസം അത് 1,00,000-ത്തിനടുത്ത് എത്തിയിരിക്കുകയാണ്. അതിന് മുമ്പ് സാധാരണ നിലയ്ക്ക് രോഗം റിപ്പോർട്ട് ചെയ്യുന്നത് പോലെയല്ല, ഇപ്പോൾ വ്യാപകമായിട്ട്, പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിൽ, മധ്യ കേരളത്തിൽ രോഗം വ്യാപകമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇതാണ് ഈ മുണ്ടിനീരിനെ കുറിച്ച് അഥവാ മംസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളൊരു കാര്യം. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ മീസിൽസ് 5-ാം പനി വരുന്നുണ്ട്, പോരാത്തതിന് മഞ്ഞപ്പിത്തം വരുന്നുണ്ട്. ഈ മഞ്ഞപ്പിത്തത്തിൻ്റെ വിശദാംശങ്ങൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? മഞ്ഞപ്പിത്തം ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കളമശ്ശേരിയിൽ നിരവധി ആളുകൾ മഞ്ഞപ്പിത്ത രോഗം ബാധിച്ച് ആശുപത്രിയിലാണ്. ഇപ്പോൾ വലിയ രീതിയിലുള്ള അന്വേഷണങ്ങളും ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരു പ്രദേശത്ത് എന്തുകൊണ്ട് ഇങ്ങനെ രോഗം 12 കളമശ്ശേരിയിലെ 10, 12, 13 വാർഡുകളിലെ ജനങ്ങൾക്കാണ് ഈ മഞ്ഞപ്പിത്തം പെട്ടെന്ന് ബാധിച്ചിരിക്കുന്നത്. അത് പരിശോധിക്കേണ്ട വിഷയമാണ്. അതെ. മന്ത്രി P. രാജീവ് അടക്കം ഇപ്പോൾ ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. മറ്റൊരു സുപ്രധാനപ്പെട്ടൊരു റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇത് കുടിച്ച വെള്ളത്തിലൂടെയാണ് ഇത് പകർന്നിരിക്കുന്നത്. ഈ കോളി സാന്നിധ്യം, അതായത് കിണറ്റിൽ നിന്ന് ഈ കോളി സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഇവിടെ ഈ ആർക്കൊക്കെയാണോ ഈ രോഗം ബാധിച്ചത്, ഇവർ കളമശ്ശേരിയിലെ ഒരു ഗൃഹപ്രവേശന ചടങ്ങ്, വീട്ടിന്റെ ഗൃഹപ്രവേശന ചടങ്ങിന് പങ്കെടുത്തിരുന്നു. അവിടുന്ന് കുടിച്ച വെള്ളം, അവിടുത്തെ കിണറ്റിലെ വെള്ളം, ആ വെള്ളത്തിൽ നിന്ന് ആണ് ഈ രോഗം പല ആളുകളിലേക്ക് പടർന്നത് എന്നാണ്. പിന്നെ അത് വളരെ പെട്ടെന്ന് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പെട്ടെന്ന് പടരും. അതെ, അത് ശരിയാണ്.
നേരത്തെ ഈ ജൂണിൽ തന്നെ ഈ ഒരു ഇപ്പം കൊച്ചിയിലൊക്കെ ജീവിക്കുന്നവർ അതീവ സുരക്ഷിതത്തോടു കൂടിയിട്ട് മാത്രമേ വെള്ളം അടക്കമുള്ള കാര്യങ്ങൾ കുടിക്കാൻ പറ്റുള്ളൂ. അത് കൊച്ചി മാത്രമല്ല, തിരുവനന്തപുരത്തും കോഴിക്കോടും ഒക്കെ സമാനമായ അവസ്ഥ. ഒരു നഗര കേന്ദ്രം എന്നുള്ള നിലയിൽ കൂടുതലും ഈ കോളി സാന്നിധ്യവും അതോടൊപ്പം ഇങ്ങനത്തെ റിപ്പോർട്ടുകളൊക്കെ കൂടുതലും ഇപ്പം കേരളത്തിൽ നിന്ന് പുറത്തു വരുന്നത് കൊച്ചിയിൽ നിന്നാണ്. നമുക്കറിയാം ജൂണിൽ ഈ ഫ്ലാറ്റുകൾ, പ്രത്യേകിച്ചും ഈ DLF ഫ്ലാറ്റിൽ താമസിക്കുന്ന നിരവധി അന്തേവാസികൾക്ക് ഏകദേശം 300ഓളം ആളുകൾക്ക് ഛർദിയും വയറിളക്കും ഒക്കെ എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ടുകൾ വന്നായിരുന്നു. നിങ്ങൾ പറഞ്ഞ ഈ കോളി ഇല്ലേ, ഞാൻ ഇടയ്ക്ക് പറയുന്നതാണ്, ഈ കോളിക്കൊരു അത് ഈ മനുഷ്യ വിസർജ്യത്തിൽ നിന്ന് പടരുന്ന ഒരു വെള്ളത്തിലേക്ക് വന്ന അങ്ങനെ പടരുന്ന കൂടിക്കലരും. അതെ കൂടിക്കലർന്നിട്ട് പൊതുവേ കേരളത്തിലെമ്പാടും ഈ ജലത്തിൽ നമുക്ക് കിട്ടുന്ന കിണർ, കുളം തുടങ്ങിയ അതിൽ നിന്നൊക്കെ കിട്ടുന്ന ജലത്തിൽ ഈ കോളിയുടെ സാന്നിധ്യം, ഈ കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം വളരെ കൂടുതലാണ്. അപ്പം അതായത് നമ്മൾ ആരോഗ്യവകുപ്പ് പറയുന്ന ഒരളവുണ്ട്, അതിനേക്കാൾ അതിൻ്റെ 10 മടങ്ങാണ് അതിൻ്റെ സാന്നിധ്യം. പറയും. അതായത് ഈ കിണറിൻ്റെ വെള്ളമാണ്, പ്രത്യേകിച്ചും കൊച്ചിയിലെ കിണറിൻ്റെ വെള്ളം എന്ന് പറയുന്നത് വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ്. കഴിഞ്ഞ ഏതാനും 2-3 ദിവസം മുമ്പ് മാതൃഭൂമി പത്രത്തിലൊരു പ്രധാന വാർത്തയായിട്ട് ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായി. അതായത് പല കിണറുകളിൽ നിന്നും എടുക്കുന്ന സാമ്പിളുകൾ, ഈ സാമ്പിളുകൾ പരിശോധിക്കുമ്പോൾ ഇതിലെല്ലാം ഈ കോളി സാന്നിധ്യമുണ്ട്. അതായത് വീടുകളൊക്കെ ചേർന്നാണല്ലോ. മഞ്ഞപ്പിത്തം മാത്രമല്ല, അറിയാലോ, വയറുകടി, വയറിളക്കം, ഡിസെൻട്രി എന്ന് പറയുന്ന രോഗം, അതുപോലെ കുടലിനെ ബാധിക്കുന്ന പലതരം ഇൻഫെക്ഷൻസ്, ഇതെല്ലാം ഈ കോളി ബാക്ടീരിയ കൊണ്ടുണ്ടാകാൻ സാധ്യതയുള്ള രോഗങ്ങളുടെ പട്ടികയിൽപ്പെടുന്നതാണ്. അതെ. പിന്നെ എന്തായാലും മഞ്ഞപ്പിത്തം വ്യാപിക്കുന്നു, കൊച്ചി നഗരത്തിൽ പ്രത്യേകിച്ചും വ്യാപിക്കുന്നു. വെള്ളമൊക്കെ കുടിക്കുമ്പോൾ ആളുകൾ വളരെ ശ്രദ്ധിക്കണം. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാവുള്ളൂ എന്ന് ഡോക്ടർമാർ നിരന്തരം പറയുന്നുണ്ട്. എന്തായാലും ഈ നമ്മുടെ മുണ്ടിനീരും മീസിൽസും ഇതിൻ്റെ കൂടെ വരാൻ, മഞ്ഞപ്പിത്തത്തിൻ്റെ കൂടെ വരാൻ സാധ്യതയുള്ള മറ്റൊരു രോഗം ന്യൂമോണിയയാണ്. നമുക്ക് ഈ കഫം നെഞ്ചിൽ കെട്ടിയിട്ട് നമ്മുടെ ശ്വാസകോശത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് വരുന്നൊരു രോഗമാണത്. പ്രത്യേകിച്ച് ഈ കോവിഡ് ബാധിച്ച ആൾക്കാർക്ക് ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. അതുകൊണ്ട് വളരെ ജാഗ്രത ജനം പാലിക്കണം, ഇല്ലെങ്കിൽ അത് വലിയ അപകടത്തിലേക്ക് പോകും. എന്തായാലും മുണ്ടിനീരിൻ്റെ കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. നമ്മൾ സാധാരണ നിലയിൽ ഒരു മാസം കേരളത്തിലെമ്പാടുമായിട്ട് ഈ രോഗം ബാധിക്കുന്നവരുടെ എണ്ണം വളരെ കുറവായിരുന്നു. അത് ഇടക്കാലത്ത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അത് നമ്മുടെ ഇടയ്ക്ക് ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. വളരെ കുറവായിരുന്നു, വിരലിലെണ്ണാവുന്ന കേസുകളെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നുള്ളൂ. ഇപ്പോൾ ഇതാ കഴിഞ്ഞ ഒരു 2 മാസം കൊണ്ട് 1 ലക്ഷത്തിനടുത്ത് രോഗികൾ, കൊച്ചുകുട്ടികൾ രോഗികളായി മാറുന്ന അവസ്ഥ വന്നിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ കാരണമെന്ന് ആരോഗ്യവകുപ്പ് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. എന്തുകൊണ്ട് ഈ രോഗം വ്യാപിക്കുന്നു, എങ്ങനെയാണിത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുക? ആകെയുള്ളത് ഈ പ്രതിരോധ വാക്സിൻ, MMR എന്ന് പറയുന്ന പ്രതിരോധ വാക്സിൻ കൊടുക്കുകയാണ് ഇപ്പോഴത്തെ വഴി. പിന്നെ രോഗം വന്നാൽ ചികിത്സിക്കുക. പക്ഷേ അപ്പോഴത്തേക്കും ഈ കുട്ടികൾ വല്ലാണ്ട് അവശരാകുകയും വലിയ ബുദ്ധിമുട്ട്, പ്രത്യേകിച്ചും ചെവി, കേൾവിയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഇത് അകത്തൊരു നീര് പോലെ വന്നിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ അത് ഈ നമ്മുടെ ഇയർ ഡ്രം, നമ്മുടെ ഈ ചെവിക്കകത്തുള്ള നമ്മളെ ഈ കേൾവിക്ക് നമ്മളെ സഹായിക്കുന്ന ഒരു ഇയർ ഡ്രം എന്നൊരു അവയവമുണ്ട്. അതിനെയൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ, ഈ ഇൻഫെക്ഷൻ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേൾവി ശക്തി നഷ്ടപ്പെടും. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് ഇത് വരുമ്പോൾ ഉണ്ടാകുന്ന അപകടം, ഏറ്റവും വലിയ അപകടം അതാണ്. ഇത് വലിയൊരു തോതിൽ മരണനിരക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ഇതുവരെ ഈ മുണ്ടുനീര് ബാധിച്ച ആൾക്കാർ കുട്ടികളൊക്കെ മരിച്ചു പോയതായിട്ട് അങ്ങനെയല്ല. മറ്റു പല രോഗങ്ങളും കൂടെ വന്ന് സ്ഥിതി വഷളായി അങ്ങനെ കുട്ടികൾ ചിലപ്പോൾ മരിച്ചുപോയ സംഭവങ്ങളുണ്ടായേക്കാം. പക്ഷേ പൊതുവേ ഈ മുണ്ടുനീര് വന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ കേൾവി ശക്തിയെ അത് ബാധിച്ചിട്ടുണ്ട്. അത് ബാധിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. അപ്പോൾ ഡോക്ടർമാരും മറ്റുമൊക്കെ വളരെ ജാഗ്രതയോടെയാണ് അതിനെ ചികിത്സിക്കുന്നത്. ഈ മുണ്ടുനീര്, മഞ്ഞപ്പിത്തം, വയറിളക്കം, അതുപോലെ ഈ 5-ാം പനി, ഇതിപ്പോൾ കേരളത്തിൽ കുട്ടികളിൽ വലിയ തോതിൽ വ്യാപിക്കുന്നത് നമ്മൾ ഏത് വിധേനയും തടയണം. തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ നമുക്ക് വലിയ ശ്രദ്ധ വേണം. രക്ഷിതാക്കൾ പ്രത്യേകിച്ചും കുട്ടികൾക്ക് തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കൊടുക്കാവൂ. അതുപോലെ സ്കൂളുകളിൽ രോഗത്തിൻ്റെ എന്തെങ്കിലും ലക്ഷണം കണ്ടാൽ കുട്ടികളെ സ്കൂളിൽ അയക്കാതിരിക്കുക. ഇനിയിപ്പോൾ അവധിക്കാലമാണ്, അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല. എന്നാലും ഞാൻ പറയുന്നത്, സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ മറ്റു കുട്ടികളുമായിട്ട് ഇടപഴകി ഇത് രോഗം പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ, അതിന് വേണ്ടുന്ന ജാഗ്രത നമുക്ക് പാലിക്കണം. അത് രക്ഷിതാക്കൾ അതിന് മുൻകൈ എടുക്കണം. സ്കൂൾ അധികൃതരും അക്കാര്യത്തിൽ മുൻകൈ എടുക്കണം. ആരോഗ്യവകുപ്പ് കൂടുതൽ ഊർജ്ജസ്വലമായി ഈ വിഷയത്തെ ഏറ്റെടുത്ത് ഇതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി പരിഹരിക്കുകയും പ്രതിരോധ വാക്സിൻ നൽകുന്നത് ത്വരിതപ്പെടുത്തുകയും വേണം. ഇതാണ് നമുക്കിപ്പോൾ അടിയന്തരമായിട്ട് ചെയ്യാൻ കഴിയുന്നത്.